ഹലോ ഗൈസ്, അപ്പോൾ കാൻഡി ടെക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ബിഗ് അൺബോക്സിംഗ് തന്നെയാണ്. കഴിഞ്ഞ വീഡിയോ ഒരു ബിഗ് അൺബോക്സിംഗ് തന്നെയായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ കുറച്ച് ബഡ്ജറ്റ് കൂടുതലാണ്. ഒരു 3500 റേഞ്ചിലേക്കാണ് നമ്മുടെ ബഡ്ജറ്റ് വന്നങ്ങനെ. അപ്പോൾ സംഭവം എന്താണെന്ന് നമുക്ക് കാണാം. എന്തായാലും നമ്മൾ തംബ്നെയിലിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ പ്രൈസിലൊക്കെ എങ്ങനെ കിട്ടിയെന്നൊക്കെ ഉള്ളത് വീഡിയോയുടെ അവസാനം പറയണതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം അൺബോക്സിംഗ് കാണാം പ്രൊഡക്ട്സിന്റെ. ഓക്കെ, അപ്പോൾ നമ്മുടെ പാക്കേജ് നമ്മളിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ എന്തോ മെസ്സേജ് ഒക്കെ ഉണ്ട്. വി ഹാവ് എ സ്പെഷ്യൽ ഡെലിവറി ഫോർ യു, ദ ന്യൂ OnePlus ഹോൾ ലോട്ട് ഓഫ് സ്പീഡ് 2 എന്നൊക്കെ പറഞ്ഞിട്ടൊരു ലെറ്ററിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ബോക്സ് ഒക്കെ അടിപൊളിയാണ്. ഇവിടെ തുറക്കാൻ വേണ്ടിയിട്ട് കത്തിയുടെ ആവശ്യമൊന്നുമില്ലാന്ന് തോന്നുന്നു. എനിക്ക് ഉള്ളിൽ കയറുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മുടെ ബോക്സിൽ ഫസ്റ്റ് തന്നെ ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ OnePlus ബാൻഡിന് കേട്ടോ. ബ്ലാക്ക് കളറാണ് ഞാൻ ഇപ്പോൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് പ്രൊഡക്റ്റ് നമ്മുടെ പവർ ബാങ്ക് ആണ്. OnePlusന്റെ തന്നെ പവർ ബാങ്ക് ആണ്. അവസാനമായിട്ട് നമ്മുടെ ബോക്സിൽ വന്നിരിക്കുന്നത് നമ്മുടെ നോഡാണ്. OnePlus nord2 ആണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കളർ നമ്മുടെ ഗ്രീൻ വുഡ് ആണ് വാങ്ങിക്കുന്നത് കേട്ടോ. ഗ്രീൻ വുഡ് ആണ് നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യുമ്പോൾ കളർ എങ്ങനെയൊക്കെ നോക്കാം. അപ്പോൾ ആരും അങ്ങനെ ഗ്രീൻ വുഡ് അൺബോക്സ് ചെയ്ത് കണ്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമാണെന്നൊന്നും അറിയില്ല, മലയാളത്തിൽ ചിലപ്പോൾ ആദ്യമായിരിക്കാം. നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ആയിട്ട് നമ്മുടെ OnePlusന്റെ പവർ ബാങ്ക് നമുക്ക് ഒന്ന് തുറന്നു നോക്കാം. ഇത് OnePlusന്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു പവർ ബാങ്ക് ആണ്. അത്ര പ്രത്യേകതയൊന്നുമില്ല. 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ്, അങ്ങനത്തെ നമ്മുടെ 1200 അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ MRP വരുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയാണത് ഈ വിലയ്ക്കല്ല, നമുക്കൊരു സ്പെഷ്യൽ പ്രൈസിന് കിട്ടിയിട്ടുള്ളത്. അതൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് അതിനകത്ത് ഇതൊന്ന് തുറക്കുമ്പോൾ നമുക്ക് അതിനെ പവർ ബാങ്ക് ആണ് നമുക്ക് കിട്ടിയത്. പിന്നെ ഇതിൻ്റെ പേപ്പർ വർക്ക്സ് ഉണ്ട്, പിന്നെ റെഡ് കേബിൾ ക്ലബ് ഉണ്ട്. അപ്പോൾ ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഇതിലൊരു USB Type C USB ഉണ്ട്. ഓ, ഇതിലൊരു കൺവേർട്ടറും കൂടിയും ഉണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ സാധാരണ നമ്മുടെ നോർമൽ പണ്ടത്തേക്ക് ആയിട്ടുള്ളൊരു കണക്ടറും ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ Type C ഉണ്ട് കേട്ടോ. നമ്മളെന്തായാലും ഇത് OnePlusന് തന്നെയായിരിക്കും യൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇത് തന്നെയായിരിക്കും കൂടുതൽ യൂസ് വരിക. അപ്പോൾ നമുക്ക് അഥവാ ആവശ്യം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഊരിയിട്ട് ജസ്റ്റ് യൂസ് ചെയ്യാം. അപ്പോൾ അത് കൊള്ളാം എന്തായാലും. അപ്പോൾ നമ്മുടെ പവർ ബാങ്ക് നമുക്ക് എടുക്കാം. അപ്പോൾ ഞാനൊരു ബ്ലാക്ക് കളർ തന്നെയാണ്. ഞാനൊരു ബ്ലാക്ക് ഫാനാണ്. ബ്ലാക്ക് കളറാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് ബ്ലാക്ക് പവർ ബാങ്ക് ആയാലും ബ്ലാക്ക് എടുത്തത്, നമ്മുടെ ഈ ബാൻഡ് ആയാലും ബ്ലാക്ക് എടുത്തത്. ഇത് ഗ്രീൻ വുഡ് എടുക്കാൻ കാരണം ഒരു നല്ലൊരു കളറാണ്. പിന്നെ ഈ ഫോൺ എടുത്താൽ എനിക്കല്ല, എൻ്റെ അനിയന് വേണ്ടിയിട്ടാണ് ഈ ഫോൺ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പവർ ബാങ്ക്. നമ്മുടെ പവർ ബാങ്കിൻ്റെ അൺബോക്സിംഗ് നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ നമുക്ക് അടുത്തത് നമ്മുടെ ഇതൊന്ന് സൈഡിലേക്ക് മാറ്റാം. നമുക്ക് നമ്മുടെ ബാൻഡ് ഒന്ന് അൺബോക്സ് ചെയ്യാം. പാക്കിംഗ് ഒക്കെ കൊള്ളാം എന്തായാലും. അപ്പോൾ നമുക്ക് ബാൻഡ് ഒന്ന് ഓപ്പൺ ചെയ്തിടാം. അപ്പോൾ ഇതും നമ്മുടെ OnePlusന്റെ ആദ്യത്തെ മോഡലായിട്ട് അവരാക്കിയിട്ടുള്ള ഒരു ബാൻഡ് തന്നെയാണ്. നമ്മുടെ കമ്പയർ ചെയ്യുന്ന ഡിവൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ MI Band 5 ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ ചെയ്യുമ്പോൾ ഇപ്പോൾ പക്ഷെ MIൻ്റെ Band 6 ഇറങ്ങി. അപ്പോൾ ഇതിനായിട്ട് കുറച്ച് നല്ലത് എന്തായാലും MI Band 6 തന്നെയായിരിക്കും. പക്ഷെ ഞാനിത് വാങ്ങാൻ കാരണം എനിക്കിത് നല്ല പ്രൈസ് കുറവിന് കിട്ടി. എനിക്ക് ഈ സംഭവം കിട്ടിയത്, ഇതിന് ശരിക്കും MRP വരുന്നത് 2500 ആണെങ്കിലും എനിക്ക് കിട്ടിയത് 999 ആണ്. അതെങ്ങനെ കിട്ടിയെന്നൊക്കെ നമുക്ക് പറയാം, വീഡിയോൻ്റെ അവസാനം പറയാം. അപ്പോൾ നമുക്കിത് തുറക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടിയത് നമ്മുടെ വാച്ചും പിന്നെ കുറച്ച് പേപ്പർ വർക്ക്സ് ആയിരിക്കും തോന്നുന്നു ഇവിടെ. പിന്നെ ഒരു USB കേബിളും ഉണ്ടായിരിക്കും. അല്ല, USB കേബിൾ അല്ല, സോറി, ഇതിൻ്റെ ചാർജർ തന്നെ ഉണ്ടാവും. മാഗ്നറ്റിക് ചാർജർ അല്ലാന്ന് തോന്നുന്നു. ഞാൻ സ്പെസിഫിക്കേഷൻസിലൊക്കെ നോക്കിയപ്പോൾ മാഗ്നറ്റിക് ചാർജർ അല്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. നോക്കാം, മാഗ്നറ്റിക് ചാർജർ അല്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ചാർജർ വരുന്നത്. ഇതിൻ്റെ കുറച്ച് പേപ്പർ വർക്ക്സ് കാര്യങ്ങളൊക്കെയാണ്, നമുക്ക് ആവശ്യമില്ല. പിന്നെ നമ്മുടെ മെയിൻലി നമ്മുടെ വാച്ച് തന്നെയാണ് വരുന്നത്. നമ്മുടെ വാച്ചിൻ്റെ കുറച്ച് ഷോർട്സും പവർ ബാങ്കിൻ്റെ കുറച്ച് ഷോർട്സും ഞാൻ എന്തായാലും ഈ OnePlusൻ്റെ നമ്മുടെ nord2 അൺബോക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ക്യാമറയിൽ എടുത്തരാം. ഞാനിപ്പോൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് എൻ്റെ OnePlus ഡിവൈസ് തന്നെയാണ്. OnePlusൻ്റെ 5Tയിലാണ് ഞാൻ ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ചുകൂടി നന്നായിട്ട് ഇതിൽ കാണുമെന്ന് തോന്നുന്നു. എന്തായാലും ക്യാമറയ്ക്ക് ഇതിനാണ് കൂടുതൽ. അപ്പോൾ ഞാൻ എന്തായാലും ഇത് അൺബോക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഷോർട്സ് ഒക്കെ ഒന്നുകൂടി കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ചാർജിങ് ഡിവൈസ് കേട്ടോ. അപ്പോൾ ഇത് മാഗ്നറ്റിക് അല്ല. നമുക്കിപ്പോൾ ചാർജ് ചെയ്യണമെങ്കിൽ MIൻ്റെ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ്
ഇതിങ്ങനെ തുറന്നിട്ട് ഇതിങ്ങനെ ബാക്കിലോട്ട് ഇത്ര ഉണ്ടാവില്ല, ഒരു മാഗ്നറ്റിക് ഒരു സാധനമായിരിക്കും, ഒരു ക്ലിപ്പായിരിക്കും. ആ സാധനം ഇങ്ങനെ വെറുതെ ടച്ച് ചെയ്താൽ തന്നെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. പക്ഷേ OnePlusൻ്റെ ആകുമ്പോൾ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യണം. ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിലോട്ട് ഇതിൽ രണ്ടെണ്ണം ഉണ്ടല്ലോ, അപ്പോൾ ഇതിലേക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ ഇങ്ങനെ ക്ലിപ്പ് ചെയ്തതിന് ശേഷമായിരിക്കും നമുക്ക് ചാർജ് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പിന്നെ 14 days ബാറ്ററി ചാർജൊക്കെ കമ്പനി പറയുന്നുണ്ട്, നമുക്കൊരു 10 days കിട്ടും. അപ്പോൾ ഓക്കെ, നമുക്ക് നോഡ് 2ൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ അവസാനത്തെ ഡിവൈസ് ആയിട്ടുള്ള നോഡ് 2 ഞാൻ ഓപ്പൺ ചെയ്യാൻ പോകണ്ട. ബോക്സ് ഇതിലുണ്ട്, നമുക്കിത് ഓപ്പൺ ചെയ്യാം. നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഡിവൈസാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ ഇരിക്കുന്നത് നമ്മുടെ ഡിവൈസാണ്, നമ്മുടെ ഗ്രീൻ വുഡ് കളർ. നമുക്കിതിവിടെ വയ്ക്കാം. ബോക്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുള്ളത് നമുക്ക് നോക്കാം. ബോക്സിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ പോലെ പേപ്പർ ബോക്സ് തന്നെയായിരിക്കും. അപ്പോൾ നമ്മുടെ പേപ്പർ ബോക്സ് കാര്യങ്ങളുണ്ട്. പിന്നെ അതേ നമ്മളൊരു കേസും കൂടിയും ഇതിന് വേണ്ടിയിട്ട് ഒരു കേസും കൂടി നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഇതിൻ്റെ കേബിളും ഇതിൻ്റെ ചാർജറും കൂടിയും ഇൻക്ലൂഡ് ആണ്. 65 വാട്ട്സിൻ്റെ വാപ്പ് ചാർജ് ടെക്നോളജിക്കാണ്. അപ്പോൾ പെട്ടെന്ന് സ്പീഡായിട്ട് ചാർജ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫീച്ചേഴ്സിലേക്കൊന്നും കിടക്കണില്ല, ജസ്റ്റ് ഒരു അൺബോക്സിങ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചിട്ട് ഈ കളറൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ. നമുക്ക് ഇന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് പെട്ടെന്ന് ഇതിൻ്റെ കളറ് ഒന്ന് ഞങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അത് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ഇതാണ് നമ്മുടെ കളർ. ഇതാണ് നമ്മുടെ ഫോണിൻ്റെ കളർ. കൊള്ളാം, നല്ല സൂപ്പറായിട്ട് തന്നെ ഉണ്ട്. കളർ നല്ല അടിപൊളിയായിട്ടത് ഒരു വിചാരിച്ചോളൂ, നല്ല സൂപ്പർ, നല്ല ലെതർ ഫീലാട്ടാ ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ. ലെതർ ഫിനിഷിലാണ് ഇത് വന്നേക്കണേ. ലെതർ തന്നെയാണെന്ന് എനിക്കറിയില്ല, സംഭവം ടച്ച് ചെയ്യുമ്പോൾ നല്ലൊരു നമ്മുടെ ഈ ലെതറിൻ്റെയും പേഴ്സും കാര്യങ്ങളൊക്കെ തൊടില്ലേ, അതുപോലത്തെ ഒരു ഫീലാണ് ഇതും. പിന്നെ ഈ ഗ്രീൻ കളറ് നന്നായിട്ടുണ്ട് കേട്ടോ, എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. OnePlusൻ്റെ ലോഗൊക്കെ തിളങ്ങിയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഇതിന് അധികം തിളക്കില്ലെങ്കിലും ഒരു ലെതർ ടച്ച് ആയിട്ട് നല്ല രസമുണ്ട്. സൈഡിലൊക്കെ നോക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലേസിങ് ഫിനിഷിലാണ് നമുക്ക് കണ്ടത്. മെറ്റൽ ഫ്രെയിം തന്നെയാണ് എല്ലാതും. അതുപോലെ തന്നെ ക്യാമറ വെച്ചാലും കാണാൻ നല്ല രസമുണ്ട്. സംഭവം നോഡ് 2 പൊട്ടിത്തെറിക്കണ വിഷയമൊക്കെ നമ്മൾ കുറേ ഇതിലൊക്കെ കണ്ടിട്ടൊക്കെ ഉണ്ട്. എന്നാലും നമ്മളൊന്ന് ട്രൈ ചെയ്യാന്ന് വെച്ച് എടുത്തു. അങ്ങനെയൊന്നും കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കാം. സംഭവത്തിൻ്റെ ഫീച്ചേഴ്സും എനിക്ക് മോഡലും എല്ലാം എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ ഇതിപ്പോൾ എടുത്തത്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നോഡ് 2 കിട്ടിയല്ലോ, ഇനിയിപ്പോൾ നമുക്ക് നോഡ് 2ൻ്റെ ക്യാമറ മാത്രം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. കാരണം വെച്ചാൽ നമ്മുടെ 2 പ്രൊഡക്ട്സ് ഇരിക്കുന്നുണ്ട് ഇവിടെ. നമ്മുടെ പവർ ബാങ്കും നമ്മുടെ ബാൻഡും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ 2 എണ്ണം നമുക്ക് ഇതിൽ നിന്നുള്ള ഷോർട്സുകൾ നമുക്ക് കാണാം. ഓക്കെ, നമുക്കപ്പോൾ അതും കൂടി കണ്ടിട്ട് വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ അതായത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നോഡ് 2 ഇപ്പോൾ വാങ്ങിയിട്ടല്ലോ, അതിൽ നിന്നുള്ള ഷോർട്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പവർ ബാങ്ക്, ഞങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞല്ലോ. നമ്മുടെ പവർ ബാങ്ക് നവർ സെറ്റിൽ നിന്ന് ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ OnePlus എവിടെയും ഞാൻ എഴുതി OnePlusൻ്റെ ഒരു ലോഗോയും പിന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ പവർ ബാങ്ക്. നമുക്ക് നമ്മുടെ വാച്ച് കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ OnePlusൻ്റെ ബാൻഡ് ഇട്ടാൽ. അപ്പോൾ OnePlusൻ്റെ ഒരു ബ്രാൻഡിങ് ഒക്കെ ഫ്രണ്ടിൽ തന്നെ നമ്മുടെ വാച്ച് ഫേസിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് ഭാഗത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സെൻസേഴ്സ് വരുന്നുണ്ട്, നമ്മുടെ ബ്ലഡ് ഓക്സിജൻ്റെയും പിന്നെ ഹാർട്ട് റേറ്റ് അങ്ങനത്തെ പല സെൻസേഴ്സ് ഉണ്ട്. പിന്നെ ബാൻഡിൻ്റെ സ്ട്രാപ്പ് തന്നെ മെയിൻലി ഒരു ഡ്യുവൽ കളർ പോലെയായിട്ടാണ് വരുന്നത്. നമ്മുടെ കെട്ടണ കൈൻ്റെ ഉൾഭാഗത്തേക്ക് വരുന്നതേ ഒരു വാഷ് കളർ ഷെയ്ഡ് പോലെയാണ് വരുന്നത്, ഫ്രണ്ടിലേക്ക് ബ്ലാക്കും അങ്ങനെയായിട്ടാണ് നമുക്ക് വരുന്നത്. സ്ട്രാപ്പിനൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല അടിപൊളി ക്വാളിറ്റി ആയിട്ടൊക്കെയാണ് സാധനം വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ OnePlusൻ്റെ നോഡ് 2 ഫോണിലാട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്നത് നേരത്തെ കണ്ടായിരുന്ന അൺബോക്സിങ്ങിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ OnePlus 5Tയിലായിരുന്നു. അപ്പോൾ 2 വീഡിയോസും നിങ്ങളപ്പോൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങളുടെ ഇപ്പോൾ ഈ ബാൻഡിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ പവർ ബാങ്കിൻ്റെയും വീഡിയോ ഇതിലാണ് ഷൂട്ട് ചെയ്താണത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ക്യാമറ ഇതിൽ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഓഡിയോയിൽ തന്നെയാണ് ഞാനിപ്പോൾ വർത്തമാനം പറയണത്. എങ്ങനെയുണ്ടെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയ്ക്കുള്ള വീഡിയോ. അപ്പോൾ ഞാൻ ഫസ്റ്റോട്ട് പറയണ്ടായിരുന്നു, ഇതിനൊക്കെ എനിക്ക് എല്ലാം കൂടിയിട്ട് 35,600 35,600 ഈ 3 ഡിവൈസിനും കൂടിയിട്ട് എനിക്ക് ആയിട്ടുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ കിട്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നല്ല ഞാൻ വാങ്ങിയിട്ടുള്ളത്.
നമ്മുടെ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് OnePlus സ്റ്റോറിൽ അടിക്കുക, അതിന് OnePlus സ്റ്റോറിൻ്റെ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ അതിലിപ്പോൾ ഒരു ഓഫർ നടക്കുന്നുണ്ട്. ഇത് കുറേ നാൾ കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഓഫർ ഉണ്ടാവുന്നില്ല. ഇപ്പോൾ ഈ ഓഫർ എന്തായാലും നടക്കുന്നുണ്ട്. അപ്പോൾ ഈ OnePlus നോട്ട് സീരീസ് അല്ലെങ്കിൽ OnePlusൻ്റെ ഏതെങ്കിലും ഒരു ഫോൺ എടുക്കുമ്പോൾ നമുക്ക് ഈ OnePlus ബാൻഡ് 2500 കിട്ടുന്ന ഈ OnePlus ബാൻഡ് വെറും 1000 റുപ്പീസ് 999 എന്നുള്ള റുപ്പീസിനാണ് ഇപ്പോൾ ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ 1200 നമ്മുടെ ഈ പവർ ബാങ്ക് ഈ മൊബൈൽ വാങ്ങിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് 599 എന്നുള്ള റുപ്പീസിനാണ് കിട്ടുന്നത്. അപ്പോൾ നോഡ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല. നോഡിലാണ് ഞാനിപ്പോൾ വീഡിയോയും ഓഡിയോയും നോഡിൽ തന്നെയാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് മൊത്തമായിട്ട് കിട്ടിയത് 35,600 അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു 1000 റുപ്പീസിൻ്റെ HDFC ബാങ്കിൻ്റെ ഒരു ഓഫും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു 1000 റുപ്പീസിന്. അപ്പോൾ ടോട്ടൽ ഈ ഫോണിന് മാത്രമായിട്ട് തന്നെ ഒരു 12 GB 256 GB വേരിയൻ്റ് ആണിത്. അപ്പോൾ എന്തായാലും ഒരു 35,000 വരും. പിന്നെ 2,500 ഇതിനും വരും. അപ്പോൾ തന്നെ 37,500 ആയി. അതിന് ശേഷം ഒരു 1,300 ഇതിനുണ്ട്. അപ്പോൾ ഏതാണ്ട് 38-39 റേഞ്ചിൻ്റെ ഇതെല്ലാം കൂടിയിട്ട് എനിക്ക് ആകെ 35,600 എനിക്ക് മൊത്തം കിട്ടിയേക്കണം. അപ്പോൾ HDFCയുടെ ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ഒരു 1000 റുപ്പീസ് കൂടി കുറവ് കിട്ടും. അങ്ങനെയാണ് എനിക്ക് 35,600 എന്നുള്ള റുപ്പീസിന് കിട്ടിയേക്കണം കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പോൾ വാങ്ങണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഇതിൽ വാങ്ങുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല അടിപൊളി പ്രൈസിനൊക്കെ സാധനങ്ങളൊക്കെ കിട്ടും. ബാൻഡൊക്കെ വാങ്ങണം എന്നുള്ളവർ വാങ്ങിയിടാം. അപ്പോൾ എന്തായാലും ബാൻഡൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ബാൻഡ് എനിക്കുള്ളതാണ്, ഫോൺ എന്തായാലും അതിന് വേണ്ടി വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും അറിയാലോ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ. അപ്പോൾ അതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ഇടാൻ എനിക്കൊരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാവും. നിങ്ങളത് ചെയ്യുക. അപ്പോൾ എന്തായാലും കമൻറ്റുകളൊക്കെ ഇടുക. ഇതിൻ്റെ റിവ്യൂസൊക്കെ നിങ്ങൾ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വീഡിയോ നമുക്ക് അതുപോലെയായിട്ട് ചെയ്യാം. ഈ മൂന്നെണ്ണത്തിനും കൂടി ഒരുമിച്ച് ഓരോരോ വീഡിയോ ആയിട്ട് ചെയ്യണമെന്നില്ല. 3 ഡിവൈസും കൂടി ഒറ്റ വീഡിയോയിൽ ഞാൻ എല്ലാത്തിൻ്റെയും റിവ്യൂസ് ഒരു 1 വീക്ക് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾ പറയാം. ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ശരി. എന്തായാലും ചെയ്യേണ്ടതൊക്കെ ചെയ്തോളാം. ഓക്കെ, അപ്പോൾ ശരി.